തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന കലാശക്കൊട്ടിലേക്ക് കടന്നിരിക്കുന്നു. മണിക്കൂറുകളാണ് അവശേഷിച്ചിരിക്കുന്നത്. ഇടതു സ്ഥാനാർത്ഥി, പൊന്നാനിയിലെ ഇടതു സ്ഥാനാർത്ഥി ഇതാ ചങ്ങരംകുളത്ത് നിന്നാണ് ഇന്നത്തെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നത്. MLA-മാരൊപ്പമുണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളൊക്കെ എങ്ങനെയാണ്? ഇന്നിപ്പോൾ സമാപനമാണല്ലോ. ഞങ്ങൾ ഇന്ന് ഓപ്പൺ വണ്ടിയിൽ നേതാക്കളുടെ സാന്നിധ്യത്തിൽ നേതാക്കളോടൊത്ത് മുഴുവൻ 7 അസംബ്ലി സെഗ്മെന്റ്സും ഞങ്ങൾ ഒരു കവർ ചെയ്യും. അവസാന ലാപ്പ് എല്ലാ ജനങ്ങളുമായി വീണ്ടും കാണാമെന്നുള്ളതാണ്. എത്ര തവണ ഇതുവരെ ജനങ്ങളെയൊക്കെ നേരിട്ട് 5 റൗണ്ട് മുഴുവൻ അസംബ്ലി സെഗ്മെന്റ്സും 5 റൗണ്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഈ മണ്ഡലത്തിലെ പകുതിയിലധികം ജനങ്ങളെ നേരിട്ട് കണ്ടു. മുഴുവൻ ഏറെക്കുറെ ആളുകൾ ഞങ്ങളെ ഇങ്ങോട്ട് കണ്ടു. ഞങ്ങൾ അങ്ങോട്ട് സംവദിച്ചത് പകുതിയോളം ജനങ്ങളോട് അങ്ങോട്ട് സംവദിച്ചു. ഇത്രയും കൂടുതൽ ജനങ്ങളുമായി സംവദിച്ച ഒരു തെരഞ്ഞെടുപ്പോ വ്യക്തിയോ സ്ഥാനാർത്ഥിയോ വേറെ കാണാൻ സാധ്യതയില്ല. എന്താണ് ആളുകളുടെ ഒരു പൊതുവിലുള്ള ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? കാണാൻ നിങ്ങൾക്ക് വേവ്സ് കാണല്ലോ. ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു തരംഗം പൊന്നാനിയുടെ എല്ലാ പാതയോരങ്ങളിലും മേഖലകളിലും വളരെ വ്യക്തമായി ദൃശ്യമാണ്. വലിയ ആവേശമുണ്ടോ ആളുകൾ? ഈ ഇടതുമുന്നണി മുന്നോട്ട് വെച്ച രാഷ്ട്രീയമൊക്കെ ചർച്ചയായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇടതുപക്ഷം മാത്രമേ ഇനി ഏക ആശ്രയമുള്ളൂ എന്നത് കേരളത്തിലെ ജനവിഭാഗങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞ മട്ടാണ്. അത് ആളുകൾ ഇക്കാര്യങ്ങൾ പറയുന്നുണ്ടോ? എങ്ങനെയാണ് എവിടെ ചെന്നാലും ആളുകൾ അത് തന്നെയാണ് പറയുന്നത്. ഇനിയും ഞങ്ങൾ ഒരു പരീക്ഷണത്തിന് മുതിരുന്നില്ല. പാഴായിപ്പോയ പരീക്ഷണങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഉറച്ച തീരുമാനമാണ്. പൊന്നാനിയിലെ ജനവിഭാഗങ്ങളുടെ ഉള്ളിൽ രൂഢമൂലമായ വികാരമാണ്. പൊന്നാനിയുടെ ആത്മാവിൻ്റെ അറകളിൽ തന്നെ ശ്വാസം മുട്ടിക്കിടക്കുന്ന വികാരമാണ്. ഇത് മാറ്റമല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നത്. എങ്ങനെയാണ് വിജയപ്രതീക്ഷകൾ? എങ്ങനെയാണ്? നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. ഓരോ ഡേ ബൈ ഡേ ഭൂരിപക്ഷം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരെലക്ഷൻ ഒരാഴ്ച കൂടി കഴിയുക ഗംഭീര ലീഡായിരിക്കും ഉണ്ടാവുക. MLA കൂടി നമ്മോടൊപ്പമുണ്ട്. എങ്ങനെയാണ് പൊന്നാനി MLA നന്ദേട്ടൻ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഈ ഇടതുമുന്നണി പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ്, അത് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇടതുമുന്നണി രാഷ്ട്രീയം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ. കാരണം ഇന്ത്യയെ രക്ഷിക്കണമെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കരുത്ത് ഇന്ത്യക്ക് പാർലമെൻറ്റിൽ വേണം എന്ന തിരിച്ചറിവ് ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ വഞ്ചനാപരമായ സമീപനം, അവരോട് സഹകരിച്ച് നിൽക്കുന്ന മുസ്ലിം ലീഗിൻ്റെ തെറ്റായ സമീപനം, ഇത് ജനസാമാന്യത്തിനാകെ വളരെ രൂപത്തിലേക്കുള്ള ചർച്ചാ വിഷയമായി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഒരു കാഴ്ചപ്പാടും ഒരു നയവുമുള്ള ഇടതുപക്ഷത്തിന് മാത്രമാണ് വിട്ടുവീഴ്ചയില്ലാതെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും ജനാധിപത്യ അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഇടതുപക്ഷത്തെ വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു ബോധ്യത്തിലേക്ക് ജനങ്ങൾ എത്തിക്കഴിഞ്ഞ അവസരത്തിലാണ് കളിപാടക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ജനങ്ങളുടെ ആവേശത്തോടുകൂടി ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഇല്ലാത്ത രൂപത്തിലേക്ക് ആവേശത്തോടു കൂടി പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിൽ ജനങ്ങളാകെ തന്നെ ഞങ്ങൾ സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. യാതൊരു സംശയവും വേണ്ട, പൊന്നാനിയിലെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്ത് പൊന്നാനി പഴയ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഈ പൗരത്വ വിഷയം 2 മുന്നണികളും ഒരുപോലെ ചർച്ച ചെയ്തതാണ്. എങ്ങനെയാണ് ആളുകളെ ഇടതുമുന്നണിയുടെ പ്രചാരണങ്ങളെയൊക്കെ കണ്ടത്? പൗരത്വ പ്രശ്നം 2 മുന്നണിയും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഒരു മുന്നണി മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. പൗരത്വ വിഷയം സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും കാർക്കി അടക്കമുള്ള ആൾക്കാർക്ക് വ്യക്തമായ അഭിപ്രായമില്ല. രാഹുൽ ഗാന്ധി ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഭരണഘടനയ്ക്ക് അവരുടെ മാനിഫെസ്റ്റോവിനകത്ത് ഒരക്ഷരം പോലും ഒരു വരി പോലും അതുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം വിജയിച്ചു കഴിഞ്ഞാലും ഇന്നത് ചെയ്യും എന്ന രൂപത്തിലേക്കാണ് മാനിഫെസ്റ്റോയിൽ പറയുക. അങ്ങനെ യാതൊരു വരി പോലും അവർക്ക് ഞങ്ങൾക്കതിൽ ബാധ്യതയില്ല എന്ന രൂപത്തിലേക്ക് സമീപനം എടുത്തിട്ടുണ്ട്. അതൊക്കെ ന്യൂനപക്ഷ വിഭാഗം തിരിച്ചറിയുന്നുണ്ട്. ഈ നാട്ടിലെ സാമാന്യ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഒരിക്കലും മതനിരപേക്ഷത സംരക്ഷിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിയില്ല എന്ന ബോധ്യത്തിലേക്ക് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ എത്തിക്കഴിഞ്ഞു, ഇന്ത്യയിലെ ജനങ്ങൾ എത്തിക്കഴിഞ്ഞു. തീർച്ചയായും വലിയ പ്രതീക്ഷ ഇടതുമുന്നണിക്കുണ്ട്. പ്രത്യേകിച്ച് ഇടതുമുന്നണി മുന്നോട്ട് വെച്ച ഈ ആശയങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. ഈ രാഷ്ട്രീയം വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തവനൂർ MLA കൂടി നമ്മോടൊപ്പമുണ്ട്. എങ്ങനെയാണ് ഈ ഒരു പ്രചാരണ ദിവസങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പൊന്നാനിയിൽ 2004 മഞ്ചേരിയിൽ നടന്നതെന്തോ അത് നടക്കും. അന്ന് മഞ്ചേരിയിൽ DK ഹംസാക്കയാണ് ലീഗിൻ്റെ കോട്ട തകർത്തതെങ്കിൽ പൊന്നാനിയിലെ കോട്ട തകർക്കാൻ KS ഹംസ എന്ന അതേ പേരുകാരൻ എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ നല്ല മുന്നേറ്റം നടത്തി വിജയിക്കും. ഈ പൗരത്വ വിഷയമൊക്കെ ജനങ്ങളെ ചർച്ച ചെയ്തിട്ടുണ്ടോ? അത് ഇടതിന് അനുകൂലമായിരിക്കുമോ? തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും UDFൻ്റെയും കാപ്പട്യം
ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിൻ്റെ തെളിവാണ് എല്ലാ ഭാഗത്തും LDF സ്ഥാനാർത്ഥി പോകുമ്പോൾ തടിച്ചുകൂടുന്ന ജനക്കൂട്ടം. അവർക്ക് കോൺഗ്രസിനെ വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ ഇടതുമുന്നണി കൊടുത്ത പത്രപരസ്യം പോലും കത്തിക്കുന്ന സാഹചര്യം ഈ മണ്ഡലത്തിൽ കണ്ടു. അതൊക്കെ പരാജയ ഭീതി കൊണ്ട് അവർ നടത്തുന്നതാണ്. അതിൻ്റെ തന്നെ സൂചന ഇവിടെ ഇടതുപക്ഷം ജയിക്കും എന്നുള്ളതാണ്. തീർച്ചയായും നമ്മോടൊപ്പം CPI നേതാവായ അജിത് കൊളാടി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഒരുപാട് വേദികളിൽ പ്രസംഗിച്ചു. എങ്ങനെയായിരുന്നു ഈ ഒരു പ്രചാരണ വിഷയങ്ങളൊക്കെ? എങ്ങനെയായിരുന്നു? ആളുകൾ ഇത് സംസാരിക്കുന്നുണ്ടോ പൊതുവെ? വളരെ അനുകൂലമായ അഭിപ്രായമാണ്. CAA കാര്യത്തിലായാലും ഒരു ഹിന്ദുത്വ രാഷ്ട്രവാദത്തിൻ്റെ കാര്യത്തിലായാലും പൊതുജനങ്ങളുടെ സാമാന്യ ബോധം ഈ ഹിന്ദു രാഷ്ട്രവാദത്തിനും CAAയ്ക്കും എതിരാണ്. എല്ലാ പ്രചരണ പരിപാടികളും വലിയ ആൾക്കൂട്ടമായിരുന്നു. രാഷ്ട്രത്തിൻ്റെ മതേതരത്വം ജനാധിപത്യം നിലനിർത്തണമെന്ന് എല്ലാ മനുഷ്യ മനസ്സുകളിലും ഉണ്ട്. അത് തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടം തന്നെയാണ്. പൊന്നാനിയിൽ ഇത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഇത് കാണുമോ? സംശയമൊന്നുമില്ല, ഇത് കാണും, പ്രതിഫലിക്കും. വലിയ മാറ്റം സംഭവിക്കാൻ പോകണം പൊന്നാനിയിൽ. മുമ്പില്ലാത്ത ഒരു ആവേശം പൊതുവിൽ ആളുകൾക്ക് ഉണ്ട്. അത് അവരുടെ മനസ്സിനുള്ളിൽ തികച്ചും ഈ CAAയ്ക്കെതിരായിട്ടും ഈ ഹിന്ദുത്വ രാഷ്ട്രവാദത്തിനെതിരായിട്ടും വലിയ ഒരു പ്രതിഷേധം മനസ്സിലുണ്ട്. കാരണം ഇന്ത്യയുടെ പൈതൃക അതല്ലല്ലോ. അപ്പം മതേതരത്വ സംവിധാനം വീണ്ടെടുക്കാനുള്ളൊരു പോരാട്ടം അത്. തീർച്ചയായും പ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകളാണ്. വലിയ പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി പൊന്നാനിയിലുമുള്ളത്.